മണിപ്പൂരിൽ പൊതുജനമധ്യത്തിൽ നഗ്നയാക്കി പീഡിപ്പിക്കപ്പെട്ട 21-കാരിക്ക് തുണയായത് ജനക്കൂട്ടം തല്ലിക്കുന്ന പിതാവിന്റെയും സഹോദരന്റെയും നിശ്ചലമായ മൃതശരീരങ്ങൾ മാത്രമായിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. മണിക്കൂറുകൾ നീണ്ട പീഡനങ്ങൾക്ക് ശേഷം തളർന്ന കുക്കി പെൺകുട്ടി രാത്രി അഭയം തേടിയലഞ്ഞെങ്കിലും നിഷേധിക്കപ്പെടുകയായിരുന്നുവെന്ന് ആദ്യമായി ഒരു വീഡിയോ ചാനലിന് നൽകിയ വെളിപ്പെടുത്തലിൽ ഇവർ വ്യക്തമാക്കി. ന്യൂസ് ദ ട്രൂത്ത് എന്ന വീഡിയോ ചാനലാണ് മണിപ്പൂരിൽ നടന്ന ക്രൂരമായ പീഡനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പൊതുജനമധ്യത്തിൽ പീഡിപ്പിക്കപ്പെട്ട 2 കുക്കി സ്ത്രീകളിലൊരാളാണ് തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളുടെ ദുരാവസ്ഥ വിവരിച്ചിരിക്കുന്നത്. ജനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസ് ജീപ്പിൽ കയറ്റിയ തങ്ങളെ അക്രമികൾക്കടുത്തേക്ക് പോലീസ് തന്നെ എത്തിച്ചു നൽകുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. അക്രമികൾക്കടുത്തേക്ക് ജീപ്പ് എത്തിച്ച ശേഷം പോലീസുകാർ ഇറങ്ങിപ്പോവുകയായിരുന്നു. തടയാൻ ശ്രമിച്ച സഹോദരനെയും പിതാവിനെയും കൺമുന്നിലിട്ട് കൊലപ്പെടുത്തി. 2 സ്ത്രീകളെ പുറത്തിറക്കി വസ്ത്രമൂരാൻ നിർബന്ധിച്ചു. വസ്ത്രമുരിഞ്ഞില്ലെങ്കിൽ ജീവനോടെ ചുട്ടരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ അക്രമികൾ തുടർന്ന് ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞു. നീണ്ട പീഡനങ്ങൾക്ക് ശേഷം ചിലർ വസ്ത്രം ധരിക്കാൻ നൽകിയെങ്കിലും അക്രമസംഘത്തിലെ ചിലർ തടയുകയായിരുന്നു. രാത്രിയായതോടെ അക്രമി സംഘം ഇവരെ ഉപേക്ഷിച്ചു പോയെങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അലഞ്ഞ പെൺകുട്ടി കൊല്ലപ്പെട്ട സഹോദരന്റെയും പിതാവിന്റെയും മൃതദേഹങ്ങൾക്കരികിൽ അഭയം തേടുകയായിരുന്നു. അഭയം നൽകാൻ ആരും തയ്യാറാകാത്തതോടെ ഒരു രാത്രി മുഴുവൻ റോഡരികിൽ കഴിയുകയായിരുന്നു. കടുത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോയ പെൺകുട്ടി ഭീകരാനുഭവങ്ങളുടെ ഓർമ്മയിൽ നിന്നും ഇപ്പോഴും മുക്തയായിട്ടില്ല. ഭീതിയിലായ പെൺകുട്ടിക്ക് ആകെ തുണയായത് അമ്മ മാത്രമാണ്. സ്വന്തം മകളെ പീഡിപ്പിച്ചവർ ശിക്ഷിക്കപ്പെടുന്നതുവരെ പോരാടുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ അമ്മ ഇപ്പോൾ. മകൾ നീതി നിഷേധത്തിനെതിരായ ഒരു പോരാളിയായി മാറണമെന്ന ആഗ്രഹത്തിലാണിവർ. കുക്കികൾക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോടെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇപ്പോഴും മണിപ്പൂരിൽ തുടരുകയാണ്. പ്രതിഷേധങ്ങൾ തുടരുമ്പോഴും നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നിലപാടുകൾ ഓരോ പൗരന്റെയും മനസ്സിൽ ഭയം നിറയ്ക്കുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.